അപ്പോൾ ഞായറാഴ്ച ദിവസം സത്യക്രിസ്ത്യാനികളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് അവരെ ജനം ടിവിക്കെതിരെ ഒന്ന് തിരിക്കാം, അങ്ങനെ ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്ന നീക്കമാണ് ചില ഉഡായിപ്പ് പാസ്റ്റർമാർ ഇന്നലെ നടത്താൻ ശ്രമിച്ചത്. അതെന്തായാലും ക്രൈസ്തവ സമൂഹം തന്നെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ശാൽ, ഗൗതം, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം സംസ്ഥാന വ്യാപകമായിട്ടാണ് ഇന്നലെ ജെയിംസ് ടി കമ്മ്യൂണിറ്റിയുടെ പേരിൽ പാസ്റ്റർ മാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ജനം ടിവിക്കെതിരെ നടത്തിയത്. പക്ഷേ അത് സംസ്ഥാനത്തുടനീളം അത് പാളുന്ന കാഴ്ചകളാണ് പല സെന്ററുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്നലെ തിരുവനന്തപുരം പാലിയോട് നടന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ 500-ലധികം ആളുകൾ പങ്കെടുക്കും ജനം ടിവിക്കെതിരെ ഉള്ള വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു പരിപാടിയിൽ 30-ൽ താഴെ ആളുകൾ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് തുടർച്ചയായി എലോം ചർച്ചിനെതിരെയും ഓമല്ലൂരിലെ എലോഹിം ചർച്ചിനെതിരെയും ഒപ്പം തന്നെ ബിനു വാഴമുട്ടത്തിനെതിരെയും ജനം ടി വി നൽകിയിട്ടുള്ള അന്വേഷണാത്മക പരമ്പരകൾ അത് വലിയ രീതിയിൽ ചില ഉഡായിപ്പ് പാസ്റ്റർമാരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സംരക്ഷണ കവചം ഒരുക്കുക, ഒരു മുഖം രക്ഷിക്കൽ നയത്തിന്റെ ഭാഗമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാ ഞായറാഴ്ചയും സത്യക്രിസ്ത്യാനികൾ സാധാരണ രാവിലെയും വൈകിട്ടുമൊക്കെ പള്ളികളിൽ പോകാറുണ്ട്, പ്രാർത്ഥനാ സംഗമങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇത് നടത്തിയത് വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വിശ്വാസികളും ആ പരിപാടിയുടെ ഭാഗമായില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. തുടർച്ചയായി വാർത്തകൾ നൽകിയതിന്റെ പേരിൽ ഗുണ്ടായിസം നടത്തുക, അതിന് പിന്നാലെ ഇന്നലെ ഈ പരിപാടി സംഘടിപ്പിച്ച സ്ഥലത്തും ജനം ടി വി പ്രവർത്തകർ എത്തുമ്പോൾ അവിടെയും 10-ലധികം വരുന്ന ഗുണ്ടകളെ ഇറക്കിക്കൊണ്ടായിരുന്നു ഈ ജെയിംസ് ടി കമ്മ്യൂണിറ്റിയുടെയും പാസ്റ്റർമാരുടെയും ഒരു നേരിടൽ നയം അവർ സ്വീകരിച്ചിരുന്നത്. പക്ഷെ അതൊന്നും വിലപ്പോകില്ല ജനം ടി വിയുടെ മുന്നിൽ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ ഉള്ളത്. പ്രധാനമായും ഈ ബിനു വാഴമുട്ടത്തിൽ നടത്തിയിട്ടുള്ള കെടുകാര്യസ്ഥതകൾ, അഴിമതികൾ, ഒപ്പം തന്നെ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, അതിൽ പോലീസിൽ പരാതി നൽകി പരാതിക്കാർ എങ്കിൽ പോലും അതിൽ ഇതുവരെയും പോലീസോ ആഭ്യന്തര വകുപ്പോ നടപടി സ്വീകരിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ബിനു വാഴമുട്ടത്തിലെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ പരാതി നൽകിയവർക്കെതിരെ കൊടുത്ത കൗണ്ടർ പരാതികളിൽ പോലീസ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇരട്ടത്താപ്പിനെതിരെ ജനം ടി വി വീണ്ടും നടപടികൾ സ്വീകരിക്കുകയാണ്, ഒപ്പം തന്നെ വാർത്തകൾ നൽകുകയാണ്. ഇതിൽ ചൊടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കലി പൂണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രാർത്ഥനാ സംഗമം നടത്തിയത്. എന്തായാലും ആ പ്രാർത്ഥനാ സംഗമം പാളുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറയുമ്പോഴും ജനം ടി വി സധൈര്യം മുന്നോട്ട് പോവുകയാണ്. ബിനു വാഴമുട്ടലിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് ജനം ടി വിയുടെ നയം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഈ ഒരു പ്രതിഷേധ സംഗമം ഫലം കാണുന്നില്ല. വിശ്വാസികൾ തന്നെ ബിനു വാഴമുട്ടലിനെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ബോധിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇന്നലത്തെ ഈ ജനപങ്കാളിത്തം കുറഞ്ഞ ഈ പ്രതിഷേധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുറച്ച് പാസ്റ്റർമാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ പരിപാടി പാളിയ സാഹചര്യവും കാഴ്ചയുമാണുള്ളത്. ഇനി ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ നിരന്തരമായി ഇയാൾക്കെതിരെ പരാതികൾ വരുമ്പോൾ ഏത് തരത്തിലുള്ള നടപടി ഇനി സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത് വരും ദിവസങ്ങളിലും വരും മണിക്കൂറിലും. ഗൗതം, ഓക്കെ ശാലിനി, വ്യക്തമാണ്. എന്തായാലും ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു വിഭാഗം പാസ്റ്റർമാരുടെ ശ്രമങ്ങൾ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ജനം ടി വിക്കെതിരെ ഇന്നലെ സംസ്ഥാന വ്യാപകമായി ഇന്നലത്തെ ഞായറാഴ്ച ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്ന ആഹ്വാനം നടത്തി. പക്ഷേ ആ പ്രാർത്ഥനാ സംഗമങ്ങളിലെങ്ങും ആള് എത്തിയില്ല. അത് സമ്പൂർണ്ണമായി ആ പരിപാടി പരാജയപ്പെട്ടിരിക്കുകയാണ്. സത്യക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്കറിയാം ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമല്ല. ആ കാര്യം കൃത്യമായി തന്നെ പൊതുസമൂഹം മനസ്സിലാക്കുന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇന്നലത്തെ ഒരു വിഭാഗം പാസ്റ്റർമാർ ആഹ്വാനം ചെയ്ത പരിപാടി സമ്പൂർണ്ണമായി പരാജയപ്പെട്ട സംഭവം. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.